പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യമില്ലെന്ന് കോടതി. നിലവിലെ തെളിവുകൾ അനുസരിച്ച് പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം തെളിയിക്കാനായില്ല. റാപ്പർ വേടന്റെ ബാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും പെരുമ്പാവൂർ CJM കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ശ്യാം ദേവരാജും SS ശരണുമുണ്ട്. ആദ്യം ശ്യാമിലേക്ക്. ശ്യാം, നിർണായക നിരീക്ഷണവും ഉത്തരവുമാണല്ലോ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ പുലിപ്പല്ല് കേസിൽ ജാമ്യമില്ലാ കേസെടുക്കുകയായിരുന്നു വനം വകുപ്പ്. അതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പ്രതികരണവും വിവാദമായതാണ്. കോടതി എടുത്തിരിക്കുന്ന കൃത്യമായ നിലപാടിന്റെ വിശദാംശങ്ങൾ. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് ഏറ്റവും ആശ്വാസകരമായ വിധിയും അല്ലെങ്കിൽ അത്തരമൊരു നിരീക്ഷണമാണ് ഈ വിധിന്യായത്തിൽ പെരുമ്പാവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിൽ, ജാമ്യ ഉത്തരവിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്ന കാര്യം, പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യമില്ല എന്നാണ് വിചാരണ കോടതിയുടെ നിരീക്ഷണം. നിലവിലെ തെളിവുകൾ അനുസരിച്ച് പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം തെളിയിക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും കൂടി ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. റാപ്പർ വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല, പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയമായ പരിശോധനയിലാണ്. റാപ്പർ വേടൻ പുലിയെ വേട്ടയാടി എന്ന് വനം വകുപ്പിന് ഒരു പരാതിയില്ല, അത്തരം ഒരു കേസില്ല എന്ന കാര്യവും കൂടി പെരുമ്പാവൂർ JFMC ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ജാമ്യം നൽകാൻ വേണ്ടി കോടതി ആധാരമാക്കി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യം റാപ്പർ വേടൻ ചെയ്തിട്ടില്ല എന്ന കാര്യമാണ്. അതായത് പുലിയെ വേട്ടയാടിയെന്നോ വന്യമൃഗത്തെ വേട്ടയാടിയെന്നോ ഒരു കേസ് നേരത്തെ റാപ്പർ വേടനെതിരെ ഇല്ല. ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് പെരുമ്പാവൂർ JFMC കോടതി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റാപ്പർ വേടന് ഈ ജാമ്യം നൽകിയിരിക്കുന്നത്. ആ ജാമ്യ ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് റിപ്പോർട്ടർ ദേവി ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 1.5 ദിവസത്തോളമാണ് റാപ്പർ വേടൻ വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. കസ്റ്റഡി അപേക്ഷ കോടതി നേരത്തെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. റാപ്പർ വേടനെ നേരിട്ട് ഈ കേസിലല്ല വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത് എന്ന കാര്യവും കൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട്. കാരണം റാപ്പർ വേടനെ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്യുന്നത് കഞ്ചാവ് കേസിലാണ്. കഞ്ചാവ് കേസ് എന്നത് 6 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചെന്ന കേസാണ്. ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. ഈ കേസിൽ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴാണ് റാപ്പർ വേടനെ മറ്റൊരു കേസിൽ, അതായത് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാലയിലേത് പുലിപ്പല്ലാണോ എന്ന സംശയത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്നത്, ജാമ്യമില്ല കുറ്റം ചുമത്തുന്നത്. വൈൽഡ് ലൈഫ് വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ 51ാം വകുപ്പ് അനുസരിച്ചായിരുന്നു 7 വർഷം വരെ, 3 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം വനം വകുപ്പ് ചുമത്തിയതും കോടതിയിൽ ഹാജരാക്കിയതും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങിയതും. പക്ഷേ ഇക്കാര്യത്തിൽ ശ്യാമിലേക്കും ശരണിലേക്കും എത്താം.